കറിച്ചട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കുർമയാണ്, ഒരു കറി. അത് കുഞ്ഞ് തക്കാളി, ഈ ചെറിയ തക്കാളി കൊണ്ടാണ് ചെയ്യണത്. ഇത് ചോറിനായാലും റോട്ടി ചപ്പാത്തിക്കായാലും അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെ ആക്കുന്നതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. വളരെ രുചിയായിരിക്കും. നമുക്കത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുഞ്ഞ് തക്കാളി, കുറച്ച് പുതിന, മല്ലിയില, അതുപോലെ വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഉരുളക്കിഴങ്ങ്, വെളുത്ത സവാള ഒരു കഷ്ണം, ഇത്ര സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ജാറിൽ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇടുകയാണ്. എന്നിട്ട് പുതിനയും മല്ലിയിലയും കൂടെ ഇട്ടിട്ട് എരിവിനനുസരിച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് വെക്കണം. ഇനി ഒരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ച ഈ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി ഒരു ബൗളിൽ നമുക്ക് കുറച്ച് തൈര് എടുക്കണം. എന്നിട്ട് കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ബിരിയാണി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഒരു വ്യത്യസ്ത രുചിക്കാണ് ബിരിയാണി മസാല എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മളിവിടെ ഉരുളക്കിഴങ്ങിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ വെളുത്ത സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എടുത്തു വെച്ച കൊച്ചു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവനാണ് ഇടുന്നത്. ഇനി കുറച്ച് നേരം നമുക്ക് ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച പുതിന, മല്ലിച്ചപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ തൈരും മസാലകളും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനകത്ത്. നന്നായിട്ടൊരു 2 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് വാങ്ങാവുന്നതാണ്. ഇത് വളരെ രുചിയായിരിക്കും. ചപ്പാത്തിക്കോ റോട്ടിക്കോ ചോറിനായാലും വളരെ രുചിയായിരിക്കും. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.